ആത്യന്തികമായി എല്ലാവരും നേരിടുന്ന പ്രശ്നം ഐഡന്റിറ്റി ക്രൈസിസ് ആണ്. നെല്ലിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന തവിടിന് നിലനിൽപ്പിനെക്കുറിച്ച് തോന്നുന്ന പേടിയൊക്കെ തന്നെയേ നമുക്ക് ഓരോരുത്തർക്കും ഉള്ളൂ. എൻ്റെ സതീശൻ്റെ 25ാം പിറന്നാൾ ആഘോഷത്തിലെ പ്രധാന ചടങ്ങാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഇരുന്ന് മിണുങ്ങുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ. സത്യത്തിൽ ഈ അവിയലിന്റെ രുചി എങ്ങനെയായിരുന്നടി? കണ്ട, ഇതാണ് സ്വഭാവം. ഈ ചേനന്റെ കട മാത്രം പറിച്ചു തന്നിട്ട് അവിയൽ വെക്കാൻ പറഞ്ഞാലേ ഇത് തന്നെയാ ശരിക്കുള്ള ടേസ്റ്റ്. ഇതാണ് സതീശന്റെ അമ്മ. ഇതിൽ കൂടുതൽ ഇനി എന്ത് പറയാൻ? അതിന്റെ അപ്പുറത്തിരിക്കുന്ന മഹതിയാണ് സതീശന്റെ ഓപ്പോൾ. ഈ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും അപകടകാരിയും എന്നെക്കാളും സതീശിനേക്കാളും അധികം ഗുരുത്തക്കേടുകൾ ചെയ്തിട്ടുള്ളവളുമാണ്. നമസ്കാരം. ഇനി നമുക്ക് പിറന്നാൾ ചെക്കനിലേക്ക് പോകാം. അയ്യോ അയ്യോ, എന്റെയും സതീശിന്റെയും ഉൾപ്പെടെയുള്ള പിറന്നാളുകൾ ജനിച്ച ദിവസം എന്ന കണക്കിനല്ല ആഘോഷിച്ചിരുന്നു ഒരു കാലം വരെ. കാരണം ഞങ്ങളൊക്കെ ജനിച്ചു എന്നതിന് വലിയ തെളിവൊന്നും കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ലായിരുന്നു. അതിനെക്കുറിച്ച് കേൾക്കണം, പറയാം. അപ്പൂപ്പൻ താടിക്കും അണ്ണാരെ മുത്തിക്കും മൈലാഞ്ചി ചിറകുള്ളൊരാമക്കുഞ്ഞ്, വെള്ളാരം കണ്ണുള്ള മഞ്ചാടി പെണ്ണിന് മന്ദാര കണ്ണുള്ള തുമ്പിക്കുഞ്ഞ്, പഞ്ചാരക്കാടിൻ്റെ തുഞ്ചത്തെ കൊമ്പത്ത് കണ്ണാടി പല്ലുള്ള കൈപ്പക്കുഞ്ഞ്, മൂവന്തി കുന്നിൻ്റെ മൂക്കിൻ പുറത്തുണ്ട് മുക്കുത്തികൾ പോലെ മിന്നികളും. ഒന്നു വന്നാണിതേ ഓട്ടു പോകുന്നതേ ചോദിച്ചു ചെല്ലാമിനി എന്താണിതെന്താണിത് എന്താണിതെന്താണിതെന്താണിതെന്താണിത്. ഇതാണ് നമ്മുടെ കുഞ്ഞു സതീശൻ. 90കളുടെ അവസാന കാലമായിരുന്നു അത്. ഞങ്ങളങ്ങനെ എല്ലാം തകർത്ത് തരിപ്പണമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാലം. ലൂസായ പാൻറ്റി പിടിച്ച് നിൽക്കുന്ന ശക്തിവാനെ മാത്രമായിരുന്നു ഞങ്ങൾക്ക് പേടി. എട്ടാം പിറന്നാൾ സദ്യ ഉണ്ടങ്ങനെ ഇരിക്കണ നേരത്ത് ഒരുപാട് മാതാപിതാക്കളുടെ ഭാവനയെ ആവോളം വളർത്തി വലുതാക്കിയ ആ ചോദ്യം അവനും ചോദിച്ചു. ഞാനെങ്ങനെ ഉണ്ടായേ? പറ, ഞാനെങ്ങനെ ഉണ്ടായേ? നിന്നെ തവിട് കൊടുത്ത് വാങ്ങിച്ച്. തവിട് കൊടുത്തിട്ടോ? വെറുതെ പറയാം. സതീശൻ ഗംഭീര കൺഫ്യൂഷനിൽ അങ്ങനെ തലചൊറിഞ്ഞ് നിൽക്കുമ്പോൾ ഉമ്മറപ്പടിയിൽ ഒരാൾ ആക്രമണത്തിന് ആയുധം കിട്ടിയ സന്തോഷത്തിലായിരുന്നു സതീശൻ്റെ ഓപ്പോള്. പക്ഷേ സൊമാലിയൻ കടക്കൊള്ളക്കാരുടെ കയ്യിൽ AK-47 കിട്ടിയ പോലെ അതിനെ ആവശ്യമുള്ളിടത്തും ഇല്ലാത്തിടത്തും ഒക്കെ പ്രയോഗിക്കാൻ തുടങ്ങി. ഇതൊക്കെ ഞാനാ. നിന്റെ ഫോട്ടോ എന്താ ഇല്ലാത്തെന്ന് അറിയോ? ഇല്ല. നിന്നെ തവിട് കൊടുത്ത് വാങ്ങിയോണ്ട് അപ്പൊ നിന്റെ ചെറുപ്പത്തിലെ ഫോട്ടോ എങ്ങനെയാ ഉണ്ടാവുക? ഇതെന്താന്നറിയോ? ഇല്ല. നിന്റെ ജാതക നിന്റെ എവിടെയാന്നറിയോ? എവിടാ? അനക്ക് ജാതക ഇല്ല, അതിന് ജനിച്ച ദിവസം അറിയണം. ഞാൻ എൻ്റെ പിറന്നാളിലാണല്ലോ ജനിച്ചേ. അത് നീ ജനിച്ച ദിവസല്ല, നിന്നെ തവിട് കൊടുത്ത് മേടിച്ച ദിവസാ.
തവിടെ എടുത്ത് വാങ്ങിയവരൊക്കെ രണ്ടാമത് ബാറ്റ് ചെയ്താൽ മതി. ഇവരെല്ലാം തവിട് കൊടുത്ത് മണിച്ചു എന്ന് പറയുന്നടാ. അതിനെന്താ, നിന്നെ തീപ്പെട്ടി കൂടിൻ്റെ ഉള്ളിൽ നിന്ന് കളഞ്ഞിട്ടാണല്ലോ. തീപ്പെട്ടി കൊടുന്നു. എടാ ദാസ, ഒരു ചക്ക അരിയെങ്കിലും കൊടുക്കായിരുന്നു. അരി അരി അരി. നീ പെട്ടടാ. ആർക്കാ അരി കൊടുക്കണ്ടേ? എന്നാ പറഞ്ഞ സതീശ, ഇന്ത്യയുടെ ദേശീയമൃഗം ഏതാ? പശു. അടുത്ത ആള്. കാളയല്ലേ ടീച്ചറെ? അല്ലടാ, മൂരി. പറയായിരുന്നു. ചോറ് പൊതിഞ്ഞുകൊണ്ടിരുന്ന പത്രമെങ്കിലും വായിച്ചൂടെ ഒക്കത്തിനും? ഇവിടെ ചോറുണ്ണാൻ സമയമില്ല. ആ, സുമ പറയ്, ഇന്ത്യയുടെ ദേശീയമൃഗം ഏതാ? കടുവ. എന്നെ കിട്ടിയ വീട്ടുകാർക്ക് തീപ്പട്ടിക്കൂടിന്റെ ഉപയോഗമെങ്കിലും ഉണ്ടായി എന്നതും സുമ ശരി ഉത്തരം പറഞ്ഞതും സതീശിനെ അന്ന് വല്ലാതെ തകർത്തു കളഞ്ഞു. ഇവർക്കെല്ലാം എന്തോ കാര്യം കുഴപ്പമുണ്ട്. അതെന്താ? പക്ഷെ നമുക്ക് പാല് തന്നില്ലേ, നല്ല ചാണകം തന്നില്ലേ. കടുവ എന്തേലും ചെയ്യണ്ടോ? എന്നിട്ട് ദേശീയ മൃഗാക്കുമ്പോൾ ആളെ കൊല്ലി കടുവ. ഈ തവിട് എന്തിനാ ഉപയോഗിക്കുക? പറ, എന്തിനാ ഉപയോഗിക്കുക? പശുവിന് കലക്കി കൊടുക്കും. അപ്പോൾ പശു ഉള്ളവരല്ലേ ഇത് മേടിക്കുക? എന്താ എൻ്റെ ഉദ്ദേശം? ഇവിടെ എവിടെയോ ഒരുപാട് പശു ഉള്ളേ. അപ്പോൾ ഇവിടുന്നായിരിക്കും എന്നെ കൊടുത്തിട്ടുണ്ടാവുക. ആവായിരിക്കും. ഒരു പശുവിന് വേണ്ടി ഒരു കുട്ടീനെ കൊടുക്കുക വെച്ചാ? പശു പാല് കൊടുക്കില്ലേ? ഇവർക്ക് എന്ത് കൊടുക്കാനാ? എടാ സുമ, ഈ എന്താ ഇവിടെ? വീടാ അത്. വരണുള്ളിക്ക് വാ. വേണ്ട. സുമയെ കാണാൻ വേണ്ടിയാണ് അവിടുത്തെ പശുവിനെ കൊണ്ട് തന്നെ തവിട് തീറ്റിച്ചതെന്ന് മണ്ടൻ സതീശൻ അപ്പോഴാണ് മനസ്സിലായത്. എന്നാൽ അന്ന് രാത്രി വേറൊരു സംഭവം. ഞാനൊരു പിഴപ്പ് പറ്റവനാണല്ലേ? തന്തയില്ലാത്തവൻ. കോവിലകത്തെ തമ്പുരാട്ടിക്കുട്ടിക്ക് വിവാഹത്തിന് മുമ്പ് പറ്റിയ നാണം കെട്ട തെറ്റ് ഭ്രൂണഹത്യ തീർക്കാമായിരുന്നില്ലേ? അല്ലെങ്കിൽ പിറന്ന് വീണപ്പോ കഴുത്ത് ഞെരിച്ച് കൊല്ലാമായിരുന്നില്ലേ? നദിയിൽ ഒഴുക്കുകയോ തീവണ്ടിപ്പാളത്തിൽ ഉപേക്ഷിക്കാമായിരുന്നില്ലേ? എന്തുകൊണ്ട് ചെയ്തില്ല? മഹാമനസ്കത, മനുഷ്യത്വം. കാര്യമായൊന്നും മനസ്സിലായില്ലെങ്കിലും കുഞ്ഞ് സതീശന് കത്തിയത് ലാലേട്ടനും വീട്ടിലുണ്ടായതല്ല, ആർക്കോ എന്തോ കൊടുത്തു മേടിച്ചതാണ്. ലാലേട്ടനൊപ്പം അവനും കരഞ്ഞു. അപ്പോഴല്ല, പടമൊക്കെ കഴിഞ്ഞ് നട്ടപ്പാതിരാക്കി. എന്തിനാ അപ്പൂസെ കരയണേ? എന്തിനാ എന്നെ മേടിച്ചേ തവിട് കൊടുത്ത്? ആര് പറഞ്ഞങ്ങനെ? അച്ഛൻ പറഞ്ഞല്ലോ, ഓപ്പ് പറഞ്ഞല്ലോ. അത് നിന്നെ കളിയാക്കിയതല്ലേ? അല്ല അല്ല. അതേടാ അപ്പൂസെ. അപ്പൊ എന്റെ കുട്ടിയാകുമ്പത്തെ ഫോട്ടോ എന്താ ഉമ്മർത്തില്ലാത്ത? ഇതുകൊണ്ടല്ലേ നിന്റെ ഫോട്ടോ ഉമ്മർത്തി വെക്കാത്ത? അപ്പൊ ഓപ്പ് കാണിച്ച ജാതകോ? അത് ഭഗവത്ഗീത അല്ലടാ മണ്ട. എനിക്ക് കുറച്ച് വെള്ളം കുടിക്കണം. ഞാൻ കൊണ്ടുതരാം. വേണ്ട, ഞാൻ പോവാം.
അങ്ങനെ വലിയൊരു സ്വത്വപ്രതിസന്ധി അഥവാ ഐഡന്റിറ്റി ക്രൈസിസ് മറികടന്ന് സതീശൻ വീണ്ടും വീട്ടിൽ ജനിച്ചതായി പ്രഖ്യാപിക്കുന്നു. പശുവിനെ ദേശീയമൃഗമാക്കണമെന്ന് ബാബ രാംദേവ്. എന്തൊക്കെ തരം മണ്ടന്മാരല്ലേ. എന്തേ കണ്ട ഇതേപോലെ മോന്ത പിടിച്ചോണ്ടാ നിന്റെ ഫോട്ടോ ഇവിടെ നിന്ന് വെക്കാത്തത്, മനസ്സിലായ? എന്നാലും നിങ്ങൾ എന്നെ തവിട് കൊടുത്ത് മേടിച്ചെന്ന് പറഞ്ഞത് മോശമായിപ്പോയി. ആര് കള്ളം പറഞ്ഞു? ഒന്നുകൂടി ചിന്തിച്ചിരുന്നെങ്കിൽ കുറച്ച് തവിടെങ്കിലും ലാഭിക്കായിരുന്നു. കണ്ട കണ്ട ദേടാ സതീശ, നിന്നെ കണ്ട ഞാൻ മാങ്ങാണ്ടിക്ക് മൂക്കിലിപ്പോ വന്ന പോലെ ഉണ്ട്. നീ എന്താ ഇത് പെരിച്ചാഴിക്ക് ട്രൗസർ ഇട്ടതാ? അയ്യോ ഇങ്ങളല്ല പിന്നെ ഇങ്ങള് തന്നെ അച്ഛൻ. അമ്മ ഇത് കേട്ടോ? അവനെ വിടറാ. ഇനി എന്റെ കാര്യം, എനിക്ക് ഐഡന്റിറ്റി ക്രൈസിസ് ഒന്നും ഒരു പ്രശ്നമേ അല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത്രയൊന്നും ബുദ്ധിമുട്ടിയതുമില്ല. പിന്നെ എന്നെ പോലെ ഒരുത്തിനും കൂടി തീപ്പെട്ടിക്കൂടിനകത്ത് കയറി വീട്ടിലേക്ക് വരാതിരിക്കാൻ മാമനോട് പറഞ്ഞ് ഒരു സിഗരറ്റ് ലൈറ്ററും മേടിപ്പിച്ചു.